ഡയറി സെക്ടർ ആൻഡ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ഇവ രണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കേരളത്തിലെ ഇന്ത്യയിലൊക്കെ കോപ്പറേറ്റീവ്സിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ച ഒരു സെക്ടറാണ് ഡയറി സെക്ടർ. കേരളത്തിൽ തന്നെ മിൽമ എന്ന് പറയുന്നത് അത്രത്തോളം എല്ലാ പ്രദേശത്തും അതിന്റെ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ അവ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മിൽമയുടെ വിജയം. അത്രയും വലിയൊരു സംരംഭമായിട്ട് മിൽമ മാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കർഷകർക്ക് ഏകദേശം 8.6 lakh കർഷകരാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ് മിൽമയെ പോലുള്ള ഒരു ഫെഡറേഷന്റെ. അങ്ങനെ ഒരു മിൽമയുടെ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് കോപ്പറേറ്റീവ് സെക്ടറാണ്. മിൽമയെ പോലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഫെഡറേഷന് നിലനിൽക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ഡയറി സെക്ടർ എന്നുള്ളത്. കേരളത്തിലെ ഡയറി സെക്ടറിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ദെൻ മറ്റൊരു മേഖല ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്. ഡയറി സെക്ടറിൽ ശരിക്കും 3 tier സിസ്റ്റം ആണുള്ളത്. ഒരു പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് വില്ലേജ് ലെവൽ, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അറ്റ്, അതായത് RCMPU അറ്റ് മിഡിൽ, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതായത് മിൽമ അറ്റ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ. മിൽമയുടെ ഫുൾ ഫോം ആണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KCMMF. മിൽക്ക് മാർക്കറ്റിംഗിന്റെ ഷോർട്ട് ഫോം ആണ് മിൽമ എന്നുള്ളത്. ഇതാണ് ഇതിന്റെ 3 tier സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. ഡയറി കോപ്പറേറ്റീവ് സെക്ടറിന് ഏകദേശം കേരളത്തിൽ 3059 പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. 3 റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരേ ഒരു ഏജൻസി ആയിട്ടുള്ള മിൽമയും ഉണ്ട്. ആ മിൽമ ആരംഭിക്കുന്നത് 1980-ലാണ്. ഇന്ന് അറിയപ്പെട്ട മിൽമ എന്ന പേരിൽ അറിയപ്പെട്ട കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ രൂപം കൊണ്ടത് 1980-ലാണ്. ഒരു 40 വർഷം പിന്നിട്ടു എന്ന് പറയാം. അത് തന്നെ നാഷണൽ ആയിട്ടുള്ള ഡയറി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിലുള്ള നാഷണൽ ഡയറി പ്രോഗ്രാം. നാഷണൽ ലെവലിൽ നോക്കിയാൽ ആനന്ദ് പാറ്റേൺ എന്നിട്ട് കോപ്പറേറ്റീവ്സ് മൂവ്മെന്റ് ഉണ്ട്. അതാണ് നാഷണൽ ലെവലിൽ ഒരു കോപ്പറേറ്റീവ്സ് ആനന്ദ് പാറ്റേൺ എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ഡയറി പ്രോഗ്രാം ഓപ്പറേഷൻ ഫ്ലഡിൽ നാഷണൽ ഡയറി പ്രോഗ്രാമിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ കേരള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ത് ചെയ്യപ്പെടുന്ന രൂപം കൊള്ളുന്നത്. ആ 3059 ആനന്ദ് മോഡൽ, ആ മോഡലാണ് ഇവിടെ നമ്മൾ സ്വീകരിച്ചത്. ആനന്ദ് പാറ്റേണിന്റെ മോഡലാണ് ഇവിടെ നമ്മൾ സ്വീകരിച്ചത്. അതുകൊണ്ട് ആനന്ദ് മോഡൽ പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് ഇത് നമ്മൾ അറിയപ്പെടുന്നത്. ആ 3059 ആനന്ദ് മോഡൽ പ്രൈമറി മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബേസ് ലെവൽ ഉണ്ടാവുക. 8.6 lakh അതിന്റെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഫാമേഴ്സ് അതിൽ മെമ്പർമാരായിരിക്കുക. 3 റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്തുണ്ടാവുക, അതിന് റീജിയണൽ ലെവലായിട്ട് എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക. തിരുവനന്തപുരം റീജിയൻ, എറണാകുളം റീജിയൻ, മലബാർ റീജിയൻ എന്നിങ്ങനെ 3 റീജിയണലായിട്ട് തിരിച്ചുകൊണ്ട്. അറ്റ് അപെക്സ് ലെവൽ KCMMF അതായത് മിൽമ ഉണ്ടാവുക.
ഇതാണ് കോപ്പറേറ്റീവ്സിന്റെ ഡയറി സെക്ടറിലുള്ള മുന്നേറ്റം എന്ന് പറയുന്നത്. KCMF functions headquarters at തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കൊണ്ടാണ് KCMF മിൽമ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. They are different units directly managed directly by Milma and various units. Regional unions. Milma produces and distributes pasteurized vitamin A enriched milk and various milk-based products, as well as and mango products, mango drink. ഇതാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ. മിൽക്ക് ബേസ്ഡ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ മാംഗോ ഡ്രിങ്കുമാണ് കേരളത്തിന് ഒട്ടാകെ എന്ത് ചെയ്യുന്ന ഉൽപ്പന്നം നടത്തുന്നത്. ഇതിലൂടെ ഇവർക്ക് സെൽഫ് സഫിഷ്യൻസി മിൽക്ക് പ്രൊഡക്ഷൻ, കേരളത്തിന്റെ സെൽഫ് സഫിഷ്യൻസി മിൽക്ക് പ്രൊഡക്ഷനുള്ള സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മിൽമയുടെ വിജയം. Achieving national goal of self-sufficiency in milk production in the state. മിൽമയാണ് അതിനുണ്ടായിട്ടുള്ളത് കാരണമായത്. അതിന് സഹായിക്കാനായി KCMF അച്ചീവ് ചെയ്ത ആ നേട്ടം അത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെയും ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെയും ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും കേരള സ്റ്റേറ്റ് ലീവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് എത്തുന്നത്. മിൽമ, അതോടൊപ്പം തന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, മിൽമ, അതോടൊപ്പം തന്നെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, മിനിമ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, മിൽമയും അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് ലീവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡും ഒക്കെ കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. ഡയറി സെക്ടർ കഴിഞ്ഞു, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ് ആയിട്ട് ഇൻഡസ്ട്രീസ് സാധാരണ നമ്മൾ വീടുകളിലെല്ലാം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള കോട്ടേജ് ഇൻഡസ്ട്രി, അവിടെ ഓപ്പറേഷൻ നടന്നത് വളരെ സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻ മാത്രമായിരിക്കും. അവർ ഓക്കുപേഷൻ നടത്തുന്നത് ഫുൾ ടൈം ഒരു ആർട്ടിസാൻസ്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. അവയ്ക്കൊന്നും തന്നെ ഫാക്ടറീസ് ആക്ട് പോലുള്ള ഇതൊന്നും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കില്ല. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ലേബർ ഇന്റൻസീവ് ആയിരിക്കും അവയൊക്കെ. ആ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു മിനിമം മെഷീനറി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള, സ്മോൾ ക്യാപിറ്റൽ എമൗണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും സാധാരണയായി ഈ കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എൻകറേജ് ചെയ്യുന്നു സ്മോൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ടു ഓർഗനൈസ് ദംസെൽവ്സ്. എങ്ങനെ, എന്തിനൊക്കെ? അവരുടെ ബൾക്കായി വാങ്ങിക്കാനും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് വേയിൽ അവർക്ക് സാധനങ്ങൾ വിറ്റഴിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു, ഉള്ള സഹായമാണ് ഗവൺമെന്റ് തലത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ് ദ ടെക്നിക്കൽ പെർഫോമൻസ്, അവരുടെ ടെക്നിക്കൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ആര് ചെയ്യുന്നത്, ഈ സെക്ടറിലുള്ള ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് വഴി ചെയ്യുന്നത്. Industrial cooperatives are mainly organized in two-tier basis.
അതുപോലെ തന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി, ഹെൽപ്പ് ദം ടു സെക്യൂർ ദി ക്രെഡിറ്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്. അതായത് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, സെല്ലിന് ഓർഗനൈസ്ഡ് വേയിൽ സെല് ചെയ്യാൻ വേണ്ടി, മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ദർ ടെക്നിക്കൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ടു ഹെൽപ്പ് ദം ടു സെക്യൂർ ദി റിക്വയർഡ് ക്രെഡിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് സഹായിക്കുന്നത്. ഇതിന് 2 ടയർ സിസ്റ്റമാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഉള്ളത്. ആ 2 ടയർ സിസ്റ്റം ബേസ് ലെവൽ എന്താണ്? വർക്കർ മെമ്പേഴ്സ് ആയിട്ടുള്ള പ്രൈമറി സൊസൈറ്റീസ്, ദെൻ അവരെ ഫെഡറേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഒരു ഫെഡറേഷൻ ഉണ്ടായിരിക്കും. ഇതാണ് 2 സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ, പ്രൈമറി കോപ്പറേറ്റീവ്, 2 2 ടയർ സിസ്റ്റമാണ് എന്തിലുള്ളത്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഉള്ളത്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ക്ലാസിഫൈഡ് ഇൻടു 6 ഗ്രൂപ്പ്. 6 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് ഹാൻഡ്ലൂം ആണ്. ഹാൻഡ്ലൂം എന്ന് പറയുന്നത് നെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. അത് നൂല് നെയ്ത്തിലുണ്ട്. നൂല് നെയ്യുന്ന നൂലിലു അതനുബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സൊസൈറ്റി. ദെൻ കയറിന്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സൊസൈറ്റികൾ. കശുവിന്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സൊസൈറ്റികൾ. പിന്നെ ബീഡി, ദിനേശ് ബീഡി കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്കറിയാം. കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ ബീഡിയുടെ സൊസൈറ്റി. ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി. ഹാൻഡിക്രാഫ്റ്റ് കൈത്തറി ഉൽപ്പന്നങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് കൈത്തറി ഉൽപ്പന്നങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് ആപെക്സ് സൊസൈറ്റി ഉണ്ട്. സുരഭി എന്ന പേരിലുള്ള കേരളത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ആപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ റോസ് വുഡ്, സാൻഡൽ വുഡ്, വൈറ്റ് വുഡ്, ജോയിൻ വുഡ്, ബനാന ഫൈബർ തുടങ്ങി കെയിൻ, ബാംബു എന്നൊക്കെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, ബ്രാസ്, അലൂമിനിയത്തിൽ നിന്നൊക്കെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സ്. പിന്നെ ഖാദി ആൻഡ് വില്ലേജ്, ഖാദി ഉൽപ്പന്നങ്ങൾ, വില്ലേജ് ഇൻഡസ്ട്രീസ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഇതാണ് 6 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സ്. ഈ 6 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും. അതിന്റെ ഫെഡറേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ഫെഡറേഷൻ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡെക്സ് എന്നുള്ളതാണ്. കയർ കോപ്പറേറ്റീവ്സ് ഉണ്ട്. ആ ഫംഗ്ഷൻ ചെയ്യുന്നത് ഫെഡറേഷൻ കയർഫെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, കണ്ണൂരുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും അതിനൊക്കെ തന്നെ അതിൻ്റെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ആ പ്രതാപകാലത്ത് അതിൻ്റെ പ്രൈമറി സൊസൈറ്റികൾ എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ പ്രദേശങ്ങളിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സുരഭി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാൻഡിക്രാഫ്റ്റിന്റെ അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആർട്ടിസാൻസ് ഒക്കെ ചേർന്നിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിസാൻസിന് വേണ്ടിയിട്ടാണ്. ദെൻ കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, കാഷ്യൂമായി ബന്ധപ്പെട്ടുള്ളത്, കാപെക്സ് എന്ന് പറയും ചുരുക്ക നെയിമിൽ അറിയപ്പെടുന്നത്. 3 ഇൻഡസ്ട്രീസ് ആണ്. 3 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ ഫെഡറേഷനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് പറഞ്ഞത്
രണ്ട് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഡയറി സെക്ടർ, രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ഡയറി സെക്ടറിൽ നമ്മൾ പറഞ്ഞു 3 ടയർ സിസ്റ്റം ആണുള്ളത് എന്ന് പറഞ്ഞു. അതായത് പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് വില്ലേജ് ലെവല്, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അറ്റ് ദ മിഡിൽ ലെവല്, പിന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതായത് മിൽമ അറ്റ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ. ഇങ്ങനെ 3 ടയർ സിസ്റ്റമാണ് ഡയറി സെക്ടറിലുള്ളത്. 3059 പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. 3 റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉണ്ടെന്ന് പറഞ്ഞു. മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 80-ലാണ് തുടക്കം ഇട്ടെന്ന് പറഞ്ഞു. 8.6 lakh ലോക്കൽ മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഫാമേഴ്സിന് മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. 3 റീജിയണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന പേരിലും 3 റീജിയണൽ യൂണിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരം റീജിയൻ, എറണാകുളം റീജിയൻ, മലബാർ റീജിയൻ. കണ്ണൂരൊക്കെ ഉൾക്കൊള്ളുന്നത് മലബാർ റീജിയനിലാണ്. പിന്നെ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ബാങ്കോൾ ഡ്രിങ്കും ആണ് അവർ എന്ത് ചെയ്യുന്നത്, ഉത്പാദിപ്പിക്കുന്നത് പറഞ്ഞു. സെൽഫ് സഫിഷ്യൻസി എന്ത് ചെയ്യാൻ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് കോട്ടേജ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കോട്ടേജ് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻഡസ്ട്രീസിലൊക്കെ. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, സ്മോൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യുന്നു ടു ഓർഗനൈസ് ദംസെൽവ്സ്. എന്തിനൊക്കെ? എനാബിൾ ദം ടു ബൈ ബൾക്കായി വാങ്ങാൻ, ടു സെൽ ഇൻ ഓർഗനൈസ്ഡ് വേ, ഒന്നിച്ച് വാങ്ങുന്നതിന്റെ പ്രയോജനം ലഭിക്കുന്നു, അതുപോലെ തന്നെ വിൽക്കുന്നത് ഓർഗനൈസ്ഡ് വേയിലായിരിക്കുന്നതും അതിന്റെ പ്രയോജനം ലഭിക്കുന്നു. അത് ഫെയർ ആയിട്ടുള്ള പ്രൈസ് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകുന്നുണ്ട്. ഇംപ്രൂവ് ദയർ ടെക്നിക്കൽ പെർഫോമൻസ്, ഇതിന് ടെക്നിക്കൽ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ഇതിന്റെ ടെക്നിക്കൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷന് സാധിക്കുന്നുണ്ട്. ഹെൽപ് ദം ടു സെക്യൂർ ക്രെഡിറ്റ് ലഭിക്കാൻ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി സാധിക്കുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ വരുമ്പോൾ ക്രെഡിറ്റ് ഒക്കെ നൽകാൻ ബാങ്കുകളും ഒക്കെ തയ്യാറാകുന്നു. വ്യക്തികൾ സ്വന്തം ഇൻഡിവിജ്വലായി ചെയ്യുന്നതിന് പകരം കൂട്ടായ ശ്രമമായതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ ലോൺ ലഭിക്കാൻ എന്താണ് ഈ കോപ്പറേറ്റീവ് വഴി സാധിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് വഴിയും ബൾക്ക് സെൽ ഇൻ ഓർഗനൈസ്ഡ് വേ, ടെക്നിക്കൽ പെർഫോമൻസ്, ഹെൽപ്പ് ദം സെക്യൂർ ക്രെഡിറ്റ് എന്നുള്ളതാണ്. then നമ്മൾ പറഞ്ഞു 2 ടയർ സിസ്റ്റം ആണുള്ളത്. ബേസ് ലെവൽ പ്രൈമറി കോപ്പറേറ്റീവ്, സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഹാൻഡ്ലൂം, കയർ, കാഷ്യൂ, ബീഡി, ഹാൻഡിക്രാഫ്റ്റ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഹാൻഡ്ലൂമിന്റെ അപെക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാൻഡെക്സ് ആണെന്ന്. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതാണ് ഹാൻഡെക്സ്. കയർ കോപ്പറേറ്റീവ്സിന്റെ കയർ ഫെഡ്, അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കാഷ്യൂവിന്റെ നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അപെക്സ്. കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹാൻഡിക്രാഫ്റ്റ് നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സുരഭി. കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് ബീഡിയുടേത്. ഇങ്ങനെ കണ്ട് അപെക്സ് സൊസൈറ്റീസ് ഒക്കെ തന്നെയും ഇവയ്ക്കൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം.